ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു എ റേറ്റഡ് ക്രൈം ത്രില്ലർ സീക്വൽ നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ആയിട്ടുണ്ട്. യൂഷ്വലി ക്രൈം ത്രില്ലേഴ്സ് നോക്കുമ്പോ ഫസ്റ്റ് പാർട്ട് കിടുവായിരിക്കും, സെക്കൻഡ് പാർട്ട് ഇറക്കണതൊക്കെ പലതും അപരാധങ്ങളായിരിക്കും. ചിലര് പിന്നെ 5-ാം പാതിര, 6-ാം പാതിര, 7-ാം പാതിര, 8-ാം പാതിര, 9-ാം പാതിര, 10-ാം പാതിര ഇതൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് ആൾക്കാരെ പറ്റിക്കും. എക്സെപ്റ്റ് ദൃശ്യം വേറെ ലീഗാണ്. അതേപോലെ എക്സെപ്ഷണൽ കേസ് ഉണ്ട്. എന്നാൽ ഇതിന്റെ ഫസ്റ്റ് പാർട്ടും കിടുവാണ്, സെക്കൻഡ് പാർട്ടും കിടുവാണ്. സോ രണ്ടും എ റേറ്റഡ് ആണ്. ഫസ്റ്റ് പാർട്ട് പറയുമ്പോൾ എ റേറ്റഡ് ആയത് സെക്ഷുവൽ റെഫറൻസ് കാരണമാണെങ്കിൽ, സെക്കൻഡ് പാർട്ട് വയലൻസ് 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 ബ്ലഡ് ബാത്തും പരിപാടിയും ഒക്കെയാണ്. ഫസ്റ്റ് പാർട്ടിന്റെ പേര് റാത്ത് അക്കേലെ ഹേ, സെക്കൻഡ് പാർട്ട് റാത്ത് അക്കേലെ ഹേ ദ ബൻസ്ല മർഡേഴ്സ്. അതാണ് പേര് തോന്നുന്നു എനിക്ക്, ബൻസൽ മർഡേഴ്സ്. റാത്ത് അക്കേലി ഹേ ബൻസൽ മർഡേഴ്സ്. നമ്മുടെ നവാസുദ്ദീൻ സിദ്ദിഖി അതേപോലെ തന്നെ രാധിക ആപ്തേക്ക് അഭിനയിച്ച പടമാണ്. ഇതിന്റെ ഫസ്റ്റ് പാർട്ട് കാണണമെന്നില്ല, ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് ഇതിന്റെ സെക്കൻഡ് പാർട്ട് നമുക്ക് കാണാം, ഒരു പ്രശ്നവുമില്ല. കാരണം ഇത് സ്റ്റാൻഡ് അലോൺ സീക്വൽ ആണ്. പക്ഷേ ഇതിൽ നവാസുദ്ദീൻ സിദ്ദിഖിയുടെ ഒരു ക്യാരക്ടർ ഉണ്ട്, ജട്ടിൽ യാദവ്, ഇൻസ്പെക്ടർ ആണ്. ആ ക്യാരക്ടർ എന്താണ്, എങ്ങനെയാണ്, ഇതൊക്കെ അറിയണം വെച്ചാൽ ഫസ്റ്റ് പാർട്ട് കാണണം. കിട്ടു ക്യാരക്ടറാണ്. ആൾക്ക് 10, 45, 50 വയസ്സായി, കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല, നേരെ ഫെയർ ആൻഡ് ലവ്ലി ഇട്ടിട്ടൊക്കെ നടക്കുക. പക്ഷെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേര് ഏത് MLA ഏത് MP എന്തെങ്കിലും പറഞ്ഞാൽ പോടാ പുല്ലേ പറഞ്ഞിട്ട് അങ്ങേര് പോകും. കിടുവാണ്. ഈ രണ്ട് സിനിമയും സ്ലോ പേസ്ഡ് ത്രില്ലേഴ്സ് ആണ്. പക്ഷെ നമ്മളെ ഹുക്ക് ചെയ്തിരുത്താനുള്ള എന്തെങ്കിലുമൊക്കെ എലമെന്റ്സ് ഉണ്ട് ഇതിൽ. ടുവേർഡ്സ് ക്ലൈമാക്സ് ഒരൊറ്റ മനുഷ്യൻ പ്രഡിക്ട് ചെയ്യില്ല ഇതാണ് കില്ലർ അല്ലെങ്കിൽ ഇതായിരിക്കും മോട്ടീവ് എന്നൊക്കെ. രണ്ട് കിടു സാധനങ്ങളാണ്. സോ സെക്കൻഡിനെ പറ്റിയിട്ട് പറയാം. തമിഴ് ഭാഷയിലൊക്കെ അവൈലബിൾ ആണ്. സോ ഇതിൽ രേവതി ഉണ്ട്. രേവതി ഇതിലൊരു ഫോറൻസിക് ഓഫീസർ ആയിട്ട് വരുന്നുണ്ട്. കിടു പെർഫോമൻസ് ആയിരുന്നു രേവതി. സോ യൂഷ്വലി ബോളിവുഡ് മലയാളികളെയും മലയാളത്തിനെയും കൊഞ്ഞനം കുത്താനും കോമാളികളാക്കാനുമാണ് നോക്കുക. എന്നാൽ ഇതില് രേവതി മലയാളം പറയുന്നുണ്ട്. രേവതി പിന്നെ മലയാളം പറയുന്നത് അറിയാലോ, മലയാളം അങ്ങനെയൊന്നും ആയിരിക്കില്ല, കിടു ആയിട്ട് അഭിനയിച്ചിട്ടുമുണ്ട്. സോ ഇതിലൊരു സീക്വൻസ് ഉണ്ട്, ഒരു മൾട്ടിപ്പിൾ മേർഡേഴ്സ് നടന്നത് അതിന്റെ ഒരു ഡെമോ കാണിക്കുന്നുണ്ട് രേവതി. ആ സീക്വൻസ് കിടു സാധനമായിരുന്നു, അത് നൈസ് ആയിരുന്നു. ആൻഡ് ടുവേർഡ്സ് എൻഡ് ഒക്കെ ആവുമ്പോൾ നമുക്ക് ഒരൊറ്റ മനുഷ്യന് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല ഇങ്ങേരായിരിക്കും കില്ലർ, ഇതാണ് മോട്ടീവ് എന്നൊക്കെ. നമ്മൾ നോക്കുമ്പോൾ എന്താണ്, ജസ്റ്റ് ഒരു ഓപ്പൺ ആൻഡ് ഷട്ട് കേസ് ആണ്. കില്ലർ ആരാണെന്ന് അറിയാം, എന്താണ് മോട്ടീവ് എന്നും അറിയാം. പിന്നെ ഇതിൽ എന്തോന്ന് ത്രില്ലർ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഇങ്ങേര് പോയിട്ട് ഓരോ പൊടിപ്പും തൊങ്ങലും പിടിച്ചിട്ട് വരും, കേസ് ഉൾട്ടയടിക്കും അവിടുന്ന്. നമ്മുടെ രാധിക ആപ്തയ്ക്ക് സെക്കൻഡ് പാർട്ടിൽ വലിയ റോളൊന്നുമില്ല. രാധിക ആപ്ത എവിടെയുണ്ടോ അതൊക്കെ എ റേറ്റഡ് പടങ്ങളായിരിക്കും. ഈ ഇടയ്ക്ക് സാലി മുഹബത്ത് കണ്ടു, എ റേറ്റഡ് പടം. അതിന് മുമ്പ് വന്നിട്ട് മറ്റേ സിസ്റ്റം മിഡ് നൈറ്റ് കണ്ടു, എ റേറ്റഡ് പടം. യൂട്യൂബിൽ വേറെ ഏതൊരു സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു, അതും എ റേറ്റഡ് പടം. ഇതും എ റേറ്റഡ് പടം. പക്ഷെ ഇവർ തമ്മിലുള്ള റൊമാൻസ് അത്യാവശ്യം നൈസാണ്, നല്ല രസമാണ് കണ്ടിരിക്കാൻ. നവാസുദ്ദീൻ സിദ്ദിഖി കിട്ടുമായിരുന്നു. നവാസുദ്ദീൻ സിദ്ദിഖിയും രേവതിയും കിട്ടു പെർഫോമൻസ് ആയിരുന്നു സെക്കൻഡ് പാർട്ടിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമ. എനിക്ക് രണ്ടും ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല, 2020 ഫസ്റ്റ് പാർട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. രണ്ടിനും ഒരേ പേരായതുകൊണ്ട് പലരും വിചാരിച്ചിരിക്കുന്നത് ഫസ്റ്റ് പാർട്ട് തന്നെയാണ് ഇപ്പോഴും ഇറങ്ങിയിരിക്കുന്നത്. ആ മറ്റേ ബൻസൽ മർഡേഴ്സ് പറയുന്ന സാധനം വളരെ ചെറുതാക്കിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ആർക്കും അറിയില്ല. പക്ഷെ കിടു സാധനമാണ്, വേണ്ടവർ കണ്ടു നോക്കുക. എനിക്ക് പേഴ്സണലി നല്ലോണം ഇഷ്ടപ്പെട്ടു. സോ ട്രൈ ഇറ്റ് ഔട്ട്.